ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് അരി വെള്ളത്തിൽ കുതിർക്കുകയോ ഒന്നുമില്ല, അരിപ്പൊടി കൊണ്ട് അരച്ച് വെച്ച് 4 മണിക്കൂർ കഴിയുമ്പം ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പമാണ്. വളരെ സോഫ്റ്റും ഈസി ആയിട്ടും നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. അരിപ്പൊടി കൊണ്ടുള്ള വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് ഞാൻ നൈസായിട്ടുള്ള 2 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. 2 കപ്പ് എടുത്തതുകൊണ്ട് എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്യുന്നത്. 2 കപ്പ് അരിപ്പൊടി എടുക്കുമ്പോൾ ഞാൻ 2 കപ്പ് ചിരണ്ടിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നു. വട്ടയപ്പം മധുരമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം, അതുകൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഒരു 3/4 കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നു. 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയിൽ 1 കപ്പ് അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അരയ്ക്കാം. ഇത് ഞാൻ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 2.5 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നമുക്ക് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കുക. നമുക്കിനി ഇത് കുറേശ്ശെ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ എല്ലാം നല്ലതായിട്ട് അരഞ്ഞെടുക്കണം. വളരെ സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിതൊന്ന് അരച്ചുകൊണ്ട് വരാം. 3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഈ അരി അരച്ചെടുത്തത്. അതിൽ മൂന്നാമത്തേതിനകത്ത് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോയി. ഇതിൽ 1/2 ടീസ്പൂൺ ഏലക്കായുടെ തൊലിയൊക്കെ കളഞ്ഞ് അതും കൂടി ഇട്ടാണ് ഞാൻ മൂന്നാമത്തേതിൽ അടിച്ചത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻറ്റ് വിട്ടുപോകരുത്. അതും കൂടി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരിയെല്ലാം നമ്മൾ അരച്ചിട്ടുണ്ട്. നോക്കിക്കേ, നല്ല തേങ്ങായും എല്ലാം നന്നായിട്ട് ഇതിനകത്ത് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഈ മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുതിർന്ന് പൊങ്ങി വരാനായിട്ടൊരു 5 മണിക്കൂർ വെക്കാം. നമുക്ക് അടച്ചു വെക്കാം. നമുക്ക് ഈ മാവൊന്ന് നോക്കാം. 5 മണിക്കൂറായില്ല, നല്ല പതഞ്ഞ് നമ്മുടെ വട്ടയപ്പത്തിൻ്റെ മാവ് പൊങ്ങി വന്നിരിക്കുകയാണ്. അധികം ഇളക്കരുത്. ഈ പദം നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കുന്നതിന് വളരെ സോഫ്റ്റായിട്ടിരിക്കും. ഇളക്കിയാൽ അതെല്ലാം കൂടെ താന്നു പോകും. നമുക്ക് ഒരു സ്റ്റീമറിനകത്ത് വെള്ളം വെച്ചിട്ട് വട്ടയപ്പത്തിൻ്റെ മാവ് വെച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാം. ഞാനൊരു കേക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് നെയ്യൊക്കെ തടവിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കാം. 20 മിനിറ്റ് നമുക്ക് വെന്തെടുക്കാം. 20 മിനിറ്റായി. നമുക്ക് ഈ വട്ടയപ്പം ഒന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റാം. നമ്മൾ അടുത്തത് വെച്ചതും കൂടെ ഒന്ന് നോക്കാം. 20 മിനിറ്റായി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ള വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. കണ്ടോ? റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്.